ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഡോക്ടറിലോട്ട് സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ. അപ്പോൾ ഇന്ന് കുറച്ച് മഴയുണ്ടായിരുന്നേ രാവിലെയൊക്കെ. അപ്പം ഞാൻ ചുമ്മാ ആറിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് രാവിലെ തന്നെ ഒന്ന് എടുത്താണ്. അപ്പോൾ എനിക്കങ്ങനെ ചില ദിവസം തോന്നും ആറിൻ്റെ അവിടം വരെ വന്നെടുക്കണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് എടുത്തതാട്ടോ. അപ്പോൾ നമുക്കിന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വേറെ എന്താ പറയുക, തിരക്കൊന്നുമില്ല. തിരക്കില്ലെങ്കിലും നമുക്ക് ഇന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. ചേട്ടൻ്റെ വലിയച്ഛൻ്റെ മകൻ്റെ മകളുടെ കല്യാണമാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്ത് തന്നെ ആണ്. ഒരു ഇന്ദ്രപ്രസ്ഥം എന്നും പറഞ്ഞ ഒരു ഹോട്ടലിൽ വെച്ചാണ്. അപ്പോൾ അവിടെ പോകണം. അപ്പോൾ അതിനു മുമ്പ് തന്നെ അവിടെ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ റെഡിയാക്കി. അപ്പം രാവിലെ മഴ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വെയിലായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്ത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒരു സുഖം തോന്നത്തില്ലല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനൊക്കെ ഇറങ്ങി. അപ്പോൾ കാത്തുമൊക്കെ റെഡിയായിട്ട് ഇറങ്ങി. അപ്പോൾ ചേട്ടനും ഇറങ്ങി. അപ്പോൾ ഞാൻ ഇനി ഡോറൊക്കെ പൂട്ടി ഇറങ്ങണേണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കേട്ടാ, നമുക്കൊരു 5 മിനിറ്റ് പോലും ഇല്ല അങ്ങോട്ട് ചെല്ലാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ചെന്നു. പോകാറായപ്പോഴേക്ക് പിന്നെ നല്ല വെയിൽ വന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ, ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റും കൂടി ഇല്ലെന്ന്, ഞങ്ങൾ ഹോട്ടലിൽ ചെന്നു. അപ്പോൾ നല്ല സൗകര്യമുള്ള ഇതാട്ടോ. നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടത്തണമെങ്കിലൊക്കെ നല്ല സ്പേസും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ അവിടെ റൂം എടുത്താൽ മതി. നമുക്ക് എത്ര ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എത്ര പേരുടെ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അപ്പം മോളുടെ പേര് ദിവ്യ എന്നാണ്, ചെറുക്കൻ്റെ പേര് സച്ചിൻ. ഈ മോള് ഡോക്ടറാട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആദ്യം ചെന്നെന്ന് പറഞ്ഞില്ലേ. അപ്പം എല്ലാവരും വരുന്നേ, അവരുടെ ആൾക്കാരൊക്കെ വരുന്നേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ആദ്യം ചെന്നു. അപ്പം സുഖമായിട്ട് നമുക്ക് എന്താ പറയുക, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത് കാരണം. അപ്പോൾ ചേട്ടനും കാത്തുമൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ്, തിരക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ വീഡിയോ എല്ലാം എടുത്തു. മണ്ഡപം ഇരിക്കണം അവിടെയൊക്കെ ഒന്ന് ശരിക്കൊക്കെ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പറയ വിളക്കും എല്ലാം. സ്റ്റേജൊക്കെ നല്ല ഭംഗിയായിരുന്നു. എന്താ പറയണത്, നല്ല സിമ്പിളായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാൽ നല്ല അടിപൊളിയുമായിരുന്നു.
ഗുരുദേവൻ്റെ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങി. ഒരാവിവൻ തോണി നിമ്പതം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും വല്ലൊടുങ്ങിയാൽ നിന്നിടം ദൃക്ക് പോലുള്ള ഇന്നല സ്പന്ദമാകണം അന്നവസ്ത്രാദി. ഈ ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ടായിട്ടോ. ഞാൻ വലുതായിട്ടൊന്നും, ഞാൻ ജസ്റ്റ് ചേട്ടൻ്റെ അരികത്തിൽ നിന്നേ ഉള്ളൂ. ചുമ്മാ ഒന്ന് വായാനിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് ഇത് ആ മോളുടെ അച്ഛനും അമ്മയും ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിങ് എക്സ്ചേഞ്ച് മറന്നുപോയി എടുക്കാനായിട്ട്. ഞാനിങ്ങനെ നോക്കി വായമ്പിളിച്ചൊക്കെ നോക്കി ഇങ്ങനെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, ദൈവമേ വീഡിയോ എടുക്കണമല്ലോ. പിന്നെയാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് റിങ് എക്സ്ചേഞ്ച് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണേ. ഇതൊക്കെ കണ്ടങ്ങനെ രസിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ചത്, അയ്യോ എടുത്തില്ല. പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. പിന്നെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് ഡോക്ടേഴ്സാണെന്ന് തോന്നുന്നു, ആ മോളുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ കൊച്ചും നല്ല ഒരുങ്ങിയിട്ട് നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ സിമ്പിൾ, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഡാർക്ക് കളറൊക്കെ ആയിരിക്കും. ഇത് നല്ല എന്താ പറയുക, ന്യൂഡ് കളറായിരുന്നു ഇട്ടേച്ചത്. എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട്. മേക്കപ്പൊക്കെ നല്ല സിമ്പിളായിരുന്നു എല്ലാം. ഒത്തിരി ഒന്നും മേക്കപ്പൊക്കെ വാരി വലിച്ചൊന്നും തേച്ചിട്ടില്ല. അല്ല, പിന്നെ ഓർണമെൻറ്റ്സൊക്കെ ഗുഡ് വിൽ എന്നാണെന്നാണ് പറഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു എല്ലാം. അപ്പോൾ നമുക്കിപ്പോൾ കോട്ടയത്ത് ഗുഡ് വില്ലുണ്ടല്ലോ. പിന്നെ ഞാനൊക്കെ ആദ്യം എപ്പോഴും എറണാകുളത്തു നിന്നാണൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖം ഇവിടെ പോയി വാങ്ങിക്കാം. ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് കസിൻസിനെയൊക്കെ ഒന്ന് കാണാൻ പറ്റി. അപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പക്ഷേ നമ്മൾ കയറി നിന്നപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതേ ഈ മോൻ എൻ്റെ വീഡിയോ എല്ലാം കാണുന്നതാണ് കേട്ടോ. ഇവൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ്, ഞങ്ങളുടെ കസിനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് എല്ലാം ഇരുന്ന് കാണുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കലും തിരക്കും ഒക്കെ ആയി. പിന്നെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഫുഡ് കഴിക്കാനുള്ളതായി. ഫുഡ് കഴിക്കണതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എന്നാൽ നമ്മളൊന്ന് ഫോട്ടോ എടുക്കാൻ 100 ക്യാമറക്കായിരിക്കും അതിൻ്റെ മുമ്പിൽ. നമുക്കും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. പിന്നെ ഫുഡിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കുന്നതിൻ്റെ ചേട്ടനിൽ നിന്നാണ് വീഡിയോ ഒക്കെ എടുത്തത്.